നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഇലക്ട്രിക് ബസ് വിവാദം ചൂടുപിടിക്കുമ്പോൾ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുത്തി. ഇലക്ട്രിക് ബസ്സുകളുമായി സർക്കാർ മുൻപോട്ട് പോകും. ഇതിന്റെ സൂചന നൽകി കെ ബി ഗണേഷ് കുമാർ തന്നെ രംഗത്ത് വന്നു. ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ല എന്ന നിലപാട് വിവാദമായി മാറുകയും KSRTC വാർഷിക റിപ്പോർട്ടിൽ ഈ ബസ്സുകൾ ലാഭകരമാണെന്ന കണക്കുകൾ വരികയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രതികരണവുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്ത് വന്നത്. താൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ദൈവത്തിനറിയാം. ഞാൻ ഇനി കണക്ക് പറയുന്നില്ല, ഇനി ഒരു തീരുമാനവും എടുക്കുന്നുമില്ല. ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരുമാനം എടുക്കേണ്ടല്ലോ. എന്തെങ്കിലും അറിയിക്കുവാനുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രൈവറ്റ് മേഖലാ സ്ഥാപനങ്ങൾക്ക് ആവശ്യമാണ്. ബസ് സർവീസുകളിൽ റീഷെഡ്യൂളിംഗ് നടക്കുന്നുണ്ട്. തന്നെ ഉപദ്രവിക്കാൻ ചില ആളുകൾക്ക് താല്പര്യവുമുണ്ട്. താൻ ആരെയും ദ്രോഹിക്കാറില്ല. കേരളത്തിൽ നികുതി കൂടുതലാണ്, അതിനാൽ വാഹന രജിസ്ട്രേഷൻ വരുമാനം പുറത്തു പോകും. ഇത് സർക്കാർ പരിശോധിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. ഏതായാലും KSRTCയിൽ നയപരമായതൊന്നും തീരുമാനിക്കില്ല എന്ന് കൂടി വ്യക്തമാക്കുകയാണ് ഗതാഗത മന്ത്രി. ഇലക്ട്രിക് ബസ്സുകളുടെ വരവ് ചെലവുകൾ സംബന്ധിച്ച കണക്കുകൾ ചോർന്നതിൽ അതൃപ്തി അറിയിച്ച കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം വാർത്തകളിലെത്തിയിരുന്നു. രേഖകൾ ചോർന്നതിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ജോയിന്റ് MDയോട് റിപ്പോർട്ടും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 9 മാസത്തിനിടെ 2.89 കോടി രൂപ ഈ ബസ്സിന് ലാഭം ലഭിച്ചു എന്നാണ് കണക്കുകൾ. റിപ്പോർട്ട് പഠിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. രേഖകൾ മന്ത്രിക്ക് മുൻപ് മാധ്യമങ്ങൾക്ക് ലഭിച്ചതിനാലാണ് മന്ത്രി അതൃപ്തി അറിയിച്ചത്. ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് സൂചന. ഇലക്ട്രിക് ബസ്സിൽ ചർച്ച വേണ്ടെന്ന നിർദ്ദേശവും നൽകി. പുറത്തുവന്ന കണക്കുകൾ പ്രകാരം മന്ത്രി നഷ്ടത്തിലാണെന്ന് പറഞ്ഞ സർവീസുകൾ ലാഭത്തിലാണ്. വാങ്ങുന്ന വിലയും കിട്ടുന്ന കളക്ഷനുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരം അല്ലെന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞിരുന്നത്. ഇലക്ട്രിക് ബസ് എത്ര നാൾ പോകുമെന്ന കാര്യം ഉണ്ടാക്കിയവർക്ക് പോലും അറിയില്ല, എനിക്കും അറിയില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. ഈ ബസ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗണേഷ് കുമാറിന്റെ നിലപാടിനെ എതിർത്ത് VK പ്രശാന്ത് MLAയും മേയർ ആര്യ രാജേന്ദ്രനും രംഗത്തെത്തിയിരുന്നു. CPIM നേതൃത്വവും ഇവരെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതിനാൽ കരുതലോടെ നീങ്ങാനായിരുന്നു ഗണേഷിന്റെ തീരുമാനം. ഇതിനിടെയാണ് വിഷയത്തിൽ നയപരമായ തീരുമാനം ഇടതുപക്ഷത്തിൻ്റെതാകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചത്. ഇലക്ട്രിക് ബസ്സിൽ കഴിഞ്ഞ 9 മാസത്തിനിടെ 2.89 കോടി രൂപ ഈ ബസ്സിന് ലാഭം കിട്ടിയെന്നാണ് കണക്ക്. റിപ്പോർട്ട് പഠിച്ച ശേഷമാകും തുടർ നടപടി ഉണ്ടാവുക. അതേസമയം റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ലഭിച്ചതിൽ മന്ത്രി ഉദ്യോഗസ്ഥരെ ശകാരിച്ചു. വാങ്ങിയ വിലയും കിട്ടുന്ന കളക്ഷനും തട്ടിച്ചു നോക്കുമ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ല എന്ന് ഗതാഗത മന്ത്രി വീണ്ടും ആവർത്തിച്ചു. ഈ നിലയിൽ തുടരേണ്ടതില്ല എന്ന അഭിപ്രായം കൂടി പങ്കുവച്ചതോടെ എതിർപ്പും ശക്തമായി. ഈ പശ്ചാത്തലത്തിലാണ് കൃത്യമായ കണക്കുകൾ നൽകുവാനായി KSRTC CMDക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത്. ബിജു പ്രഭാകർ വിദേശത്തായതിനാൽ ജോയിന്റ് MD പ്രമോദ് ശങ്കറാണ് മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയത്. ഏപ്രിൽ മാസത്തിൽ തലസ്ഥാനത്തെ നിരത്തിലെത്തിയ ഇലക്ട്രിക് ബസ്സുകൾ ഡിസംബർ മാസം വരെ 2.88 കോടി രൂപ ലാഭമുണ്ടാക്കിയെന്നാണ് KSRTCയുടെ കണക്ക്. ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ഇലക്ട്രിക് ബസ്സുകൾ 18,901 സർവീസുകൾ തലസ്ഥാന നഗരിയാകെ നടത്തിയത്. നിലവിലെ സാഹചര്യത്തിൽ ഇലക്ട്രിക് ബസ് ഒരു കിലോമീറ്റർ ഓടാൻ 28.45 രൂപയാണ് വേണ്ടതെന്ന് റിപ്പോർട്ട് പറയുന്നു. ശമ്പളത്തിനും ഇന്ധനത്തിനും അടക്കം ചെലവ് വരുന്ന തുകയ്ക്കും ചേർത്തുള്ളതാണ് 28.45 രൂപ. 1 കിലോമീറ്റർ ഓടുമ്പോൾ കിട്ടുന്ന വരുമാനമാകട്ടെ ശരാശരി 36.66 രൂപ. അതായത് ചിലവുകൾ കഴിഞ്ഞുള്ള തുക പരിശോധിച്ചാൽ 1 കിലോമീറ്റർ ഓടുമ്പോൾ ഇലക്ട്രിക്കൽ ബസ്സിൽ നിന്നും 8.21 രൂപ ലാഭം ലഭിക്കുന്നു. ഇനി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങേണ്ടെന്നും നിലവിൽ സിറ്റി സർവീസിന് ഈടാക്കുന്ന 10 രൂപ നിരക്ക് പുനഃപരിശോധിക്കണം എന്നുമാണ് ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടത്. ഒപ്പം നിലവിലോടുന്ന റൂട്ടുകൾ പുനഃക്രമീകരിക്കാൻ പദ്ധതിയുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മന്ത്രിയുടെ വാദം അംഗീകരിക്കാനാവില്ലെന്ന് MLA VK പ്രശാന്തും മേയർ ആര്യ രാജേന്ദ്രനും നിലപാട് സ്വീകരിച്ചു. നയപരമായ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുമ്പോൾ ജനപക്ഷത്ത് നിൽക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ ഇലക്ട്രിക് ബസ് വിവാദം മുറുകുന്നത്.